ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വെള്ളരിക്കേൻ്റെ ഒരു ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കടല നല്ല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വെള്ളരിക്ക ഞാൻ വേവിച്ചിട്ട് രണ്ടും കൂടി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിക്കുള്ള അരപ്പ് ഞാൻ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് വൈകുന്നേരമായി കഴിഞ്ഞാൽ മഴയായാൽ കറണ്ട് പോകും. അതുകൊണ്ട് ഞാൻ വേഗം തേങ്ങ അരച്ചു കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പണിയൊന്നും നടക്കില്ല. അപ്പോൾ പിന്നെ കടലയും പിന്നെ വെള്ളരിക്കയും കൂടി ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ തേങ്ങ അരപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സദ്യക്ക് വേണ്ട കറികളുടെയും എല്ലാത്തിൻ്റെയും കൂട്ട് ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓർമ്മ നല്ലുള്ളത് കൊണ്ട് വേഗം മറന്നു പോകും. അപ്പോൾ ഞാൻ വേഗം ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ 2-3 പ്രാവശ്യമൊക്കെ നോക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ ഓർമ്മ നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ വേഗം യൂട്യൂബിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ബുക്കിൽ നോക്കിയാൽ നമുക്ക് വേഗം മനസ്സിലാവുമല്ലോ. അങ്ങനെ ഞാൻ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ബുക്കിൽ. അപ്പോൾ കടലയിൽ ഇത്തിരി ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തൈരും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ ഇടാനും വേറെ നിറയെ വീഡിയോസ് എടുക്കാനും ഒക്കെ ഉള്ളൊരു താല്പര്യമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചടിക്ക് വറവിടാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇട്ടിട്ടാണ് കേട്ടോ താളിക്കുന്നത്. കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. അപ്പോൾ വറവിടാൻ വേണ്ടി എടുത്ത ചട്ടി ചെറുതായതുകൊണ്ട് എണ്ണയും തീയും കൂടി ആയപ്പോൾ അങ്ങോട്ട് അളി കത്തിയതാണ് കേട്ടോ. അപ്പോൾ വറവിടാൻ എടുത്തതൊക്കെ താഴെ തൂവിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ കറീൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് വടക്ക് ആട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ റേഷൻ കട കിട്ടുന്ന പരിപ്പാണ് കേട്ടോ ഞാൻ പരിപ്പ് വടക്ക് ആട്ടിയെടുത്തത്. അപ്പോൾ കറിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര കറിക്ക് വേവിക്കണമെന്നുണ്ടെങ്കിൽ 2-3 വിസിലൊക്കെ വേവിക്കണം കേട്ടോ. അപ്പോൾ അത് പരിപ്പ് വടക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പരിപ്പ് വട ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ഉച്ചവരെ എനിക്ക് തയ്ക്കണ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയാകുമ്പോൾ ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് പോയതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ വൈകുന്നേരം പിന്നെ അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ വീഡിയോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ക്രാഫ്റ്റ്, ടൈലറിങ്, കുക്കിങ് ഇങ്ങനെ ബേസായിട്ടുള്ള എല്ലാ വീഡിയോസും ഇടാമെന്ന് വെച്ചിട്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഓരോന്നും ചെയ്യാൻ നിൽക്കുമ്പോൾ ഓരോ പണികളും കാര്യങ്ങളും വരുമ്പോൾ അത് മുഴുവനാക്കി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അത് അങ്ങനെ ഇടാത്തത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് തയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയപ്പോൾ പിന്നെ വേറെ ഒന്നിനും നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ക്ലേ വർക്ക് അതും കുറച്ചൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് തയ്ക്കണ കാര്യങ്ങളും പണികളും ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ ക്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നോമ്പിൻ്റെ സമയത്ത് ഉണ്ടാക്കി വെച്ചായിരുന്നു. പിന്നെ അതിമക്ക് പോകാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല. വീട്ടിൽ ഗസ്റ്റും മക്കളും ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊരു ഫ്രീ കിട്ടുന്നില്ലല്ലോ സമയം. അതുകൊണ്ട് അതിമക്ക് ഇരുന്നിട്ടേ ഇല്ല. അതുകൊണ്ടാണ് പല വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടുന്നത് കേട്ടോ. ഇനി ഫ്രീ ആയി തയ്ക്കലൊക്കെ ഒന്ന് കഴിഞ്ഞ് ഫ്രീ ആയി കഴിഞ്ഞാൽ ക്ലേൻ്റെ അത് തുടങ്ങണം എന്നുണ്ട്. പക്ഷേ ടൈം കിട്ടിയാൽ ചെയ്യും കേട്ടോ. ക്ലേ ഒക്കെ എപ്പോഴും ഉണ്ടാക്കി വെച്ചത് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട് കേട്ടോ. മോനിപ്പോൾ ഷോപ്പിൽ നിന്ന് വന്ന സമയമാണ്. അപ്പോൾ ചൂടോടെ പരിപ്പ് വട കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇത്ര നേരമാക്കിയത് കേട്ടോ ഞാൻ ചൂടാൻ വേണ്ടിയിട്ട്.
അപ്പോൾ മഴയത്ത് ഒരു കട്ടനും പരിപ്പ് വടയും ഒക്കെ തിന്നുമ്പോൾ നല്ല രസമല്ലായിരിക്കും. അപ്പോൾ ഇന്നത്രയുള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.